ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ പാർട്ട് 1 സെക്ഷൻ ബി, അതെ, പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ഈ ഒരു സെക്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്ലാനിങ് എന്താണ്, പർപ്പസ് ഓഫ് പ്ലാനിങ് എന്താണ്, അല്ലെങ്കിൽ ലെവൽസ് ഓഫ് പ്ലാനിങ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ടാക്ടിക്കൽ പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൽ ആദ്യത്തെ ലെവൽ അഥവാ ടോപ്പ് മോസ്റ്റ് ലെവലായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ തന്നെ ഒരുപാട് സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? നിങ്ങളൊന്ന് പറഞ്ഞടാ, ഒന്ന് പറഞ്ഞേ, പറയ്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കമ്പനി എന്ത് സെറ്റ് ചെയ്യണം? അവരുടെ മിഷനും വിഷനും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവണം. അതായിരുന്നു സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ പറഞ്ഞത്. കമ്പനി അവരുടെ മിഷൻ എന്താണ്, വിഷൻ എന്താണ്, അത് ഫിക്സ് ചെയ്യുക, സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് അഥവാ രണ്ടാമത്തെ പ്രോസസ്സായിട്ട് നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ സ്വോട്ട് അനാലിസിസ് നടത്തണം. അതായത് ഇന്റേണലിയും എക്സ്റ്റേണലിയുമുള്ള എൻവിയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, അനലൈസ് ചെയ്യണം. ഇതായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർമ്മയില്ലേ? ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് 6 സ്റ്റെപ്സ്, 6 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചായിരുന്നു. മിഷനും വിഷനും സെറ്റ് ചെയ്യുക, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് അനലൈസ് ചെയ്യുക. ഇതൊക്കെ അനലൈസ് ചെയ്ത് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടെത്തി നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ അത് സ്മാർട്ട് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ഓർമ്മയില്ലേ? അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തെടുത്തു. ഇതായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്സ്. നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങണം? സ്ട്രാറ്റജീസ്, ഐഡിയാസ്, പ്ലാൻ, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങണം ഈ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞോ? ചുമ്മാ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ മതിയോ? പോരാ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ച നല്ല അടിപൊളി സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിലാക്കുക, പ്രാബല്യത്തിൽ കൊണ്ടുവരിക. വേണ്ടേ? ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ടല്ലേ നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യുക. നമ്മുടെ സ്ട്രാറ്റജീസിനെ മോണിറ്റർ ചെയ്യുക. അത് കഴിയുമ്പോൾ റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്തുക. ഇതായിരുന്നു 6 സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് മിഷൻ സെറ്റ് ചെയ്യുക, വിഷൻ സെറ്റ് ചെയ്യുക. അതും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചു. നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരിക, നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്. നമ്മൾ സ്ലോ പേസിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കവർ ചെയ്താ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മിഷനും വിഷനും നമ്മൾ പഠിച്ചായിരുന്നു. മിഷൻ എന്താ? പർപ്പസ് ആണ്. വൈ വി എക്സിസ്റ്റ് എന്നുള്ളതാണ് മിഷനിൽ നോക്കിയതെങ്കിൽ വിഷൻ എന്താണ്? കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ നമ്മൾ എവിടെ എത്തി നിൽക്കണം, ഈ കാര്യങ്ങളാണ് വിഷനിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മിഷനും വിഷനും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താടാ? ആ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇന്ന് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനലൈസിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ്സ്. നമ്മുടെ അകത്തുള്ള എൻവിയോൺമെൻറ്റും പുറത്ത് എക്സ്റ്റേണലി ഉള്ള എൻവിയോൺമെൻറ്റും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് വേണം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനും സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ആയില്ലേ? മനസ്സിലായില്ലേ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന്? സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള അനലൈസിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ്. യെസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് അനാലിസിസ്, അത് നോക്കാം. രണ്ടും നോക്കണം. എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റും നോക്കണം, ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റും നോക്കണം. ആദ്യം നമുക്ക് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കാടാ, സ്റ്റെപ്പ് 2 ഓഫ് ദ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ്. നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിനെ നമ്മൾ പഠിക്കുക എന്നുള്ളത്. സോ അവിടെ എന്താ അതിൻ്റെ പർപ്പസ് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ. ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് that affect the organization's ability to achieve its mission. നമ്മുടെ കമ്പനിക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു മിഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വിഷനും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മിഷൻ നമുക്ക് അച്ചീവ് ചെയ്യണ്ടേ?
നമ്മുടെ പർപ്പസ് ആണല്ലോ മിഷനിൽ പറയുന്നത്. നമ്മൾ എന്തിനാ എക്സിസ്റ്റ് ചെയ്യുന്നത്, ആസ്ട്രാ സ്കൂൾ എന്തിനാ എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ പാസ്സാവണം, എല്ലാവരും വെൽ പ്ലേസ്ഡ് ആവണം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മിഷൻ. സോ അതിന് തടസ്സമായി നിൽക്കുന്ന ത്രെറ്റുകളെയും അതിന് അവസരമായി നിൽക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് പഠിക്കുമ്പോൾ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്തുക, ഏത് മാർക്കറ്റിലേക്ക് പോകണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ബിസിനസ് തുടങ്ങണം, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ത്രെറ്റ്സും കണ്ടുപിടിക്കുക, എവിടെയൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല, ഇതും കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ പർപ്പസ്. ഇതാണ് നമ്മൾ പഠിച്ചത് SWOT അനാലിസിസ്. ഓർമ്മയുണ്ടോ? SWOT അനാലിസിസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായി കഴിഞ്ഞ വീഡിയോയിൽ. SWOT അനാലിസിസ്. സ്ട്രെങ്ത് നോക്കണം, നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് നോക്കണം. ഇത് രണ്ടും ആക്ച്വലി ഇൻറ്റേർണലാണ്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റാണ്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സോ പർപ്പസ് ഓക്കെ അല്ലേ? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ പർപ്പസ് എന്താ? നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ചെടുക്കുക, നമ്മുടെ ത്രെറ്റ്സ് കണ്ടുപിടിച്ചെടുക്കുക. ഓക്കെ, ഇനി 3 കീ എൻവയോൺമെൻറ്റ്സ് ഏതാണെന്ന് നോക്കിക്കേടാ. 3 കീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഏതാണെന്ന് നോക്കിക്കേ. ഒന്ന് ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ്. നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണോ അതാണ് ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ എഡ്യൂക്കേഷൻ ആ ഒരു ഇൻഡസ്ട്രിയിലാണ്. ടീച്ചിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഫിനാൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രി. സോ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഉള്ള ത്രെറ്റുകൾ. ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റിൽ വരാവുന്ന ഏതൊക്കെയാടാ? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളും കണ്ടോ. കോമ്പറ്റീഷൻ എന്തോരം ഉണ്ട്, ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ലൈഫ് സൈക്കിൾ സ്റ്റേജ് എങ്ങനെയാണ്, ഡൈനാമിക്സ് എങ്ങനെയാണ്, ഇതിലൊക്കെ പറയുന്നത് എന്താ? നമ്മുടെ ഒരു സ്വഭാവം, എഡ്ടെക്കിൻ്റെ ഒരു സ്വഭാവം. CMA എന്നുള്ളൊരു കോഴ്സാണ് തരുന്നതെങ്കിൽ ഇത് എത്ര നാൾ ബൂമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ACCA എന്നുള്ളൊരു കോഴ്സാണ് തരുന്നതെങ്കിൽ ഇത് എത്ര നാൾ ബൂമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഈ ഒരു ഇൻഡസ്ട്രിയുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, എത്ര നാൾ ഭൂമിയിൽ നിൽക്കും, എത്ര നാൾ കഴിയുമ്പോൾ ഡിക്ലൈൻ ആവും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ സെക്ഷൻ സിയിലെ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, സെക്ഷൻ ഡിയിലല്ലേ വരുന്നത്. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചു. ഡെവലപ്പ് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, മെച്യൂരിറ്റിയിലെത്തും, ഡിക്ലൈൻ ആവും, ഒക്കെ പഠിച്ചിട്ടില്ലേ. സോ അതിൻ്റെ ലൈഫ് സൈക്കിൾ എത്ര കാലം നീണ്ടു നിൽക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റിൽ നമ്മൾ നോക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് വരുന്നതാണ് നാഷണൽ എൻവയോൺമെൻറ്റ് അഥവാ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്. ഇവിടെ നോക്കുന്നത് എന്തായിരിക്കും? പൊളിറ്റിക്കൽ റിസ്ക് കാര്യങ്ങൾ, ഗ്ലോബലൈസേഷൻ, റെഗുലേഷൻസ് ആൻഡ് ട്രേഡ് കണ്ടീഷൻസ്. ചിലപ്പോൾ പൊളിറ്റിക്കൽ ഉണ്ടാവും, ഓരോ രാജ്യത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം, അത് ത്രെറ്റായിരിക്കാം. അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട്. അറിയാലോ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ മാർക്കറ്റ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടി. അതുകൊണ്ടുണ്ടാവാവുന്ന ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കണം. റെഗുലേഷൻസ്, എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ടോ നിയമപരമായും, അല്ലെങ്കിൽ സോഷ്യലി എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എവിടെ നോക്കുക? നാഷണൽ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റിൽ നോക്കുക. എടാ ഇതൊക്കെ ചുമ്മാ റോ തിയറി ആട്ടോ, ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എൻവയോൺമെൻറ്റിനെ 3 തരമായിട്ട് തിരിക്കാം. നമ്മുടെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ്. കുറച്ചുകൂടെ വൈഡറായിട്ട്, ബിഗ്ഗറായിട്ട് ആലോചിച്ചാൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇൻ്റർനാഷണലി നമുക്ക് വരാവുന്ന റെഗുലേഷൻസും കാര്യങ്ങളും. ലാസ്റ്റ് മാക്രോ എൻവയോൺമെൻറ്റ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നോടെ ബ്രോഡാണ്. സോഷ്യൽ വരാം, ലീഗൽ വരാം, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് വരാം, മാക്രോ എൻവയോൺമെൻറ്റ്. ഇങ്ങനെ 3 തരമായിട്ട് നമുക്ക് തിരിക്കാം. എന്തൊക്കെയായിരുന്നു? ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ്, നാഷണൽ ഓർ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്, ഫൈനലി മാക്രോ എൻവയോൺമെൻറ്റ്. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. നമുക്ക് വരുന്നത് ഇനിയുള്ള കാര്യങ്ങളിലാണ്. SWOT അനാലിസിസ് എന്താണ്, പോർട്ടേഴ്സ് 5 ഫോഴ്സസ് തിയറി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാറ്. ഇത് ജസ്റ്റ് നോളജ് പാർട്ടിന് വേണ്ടി അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? യെസ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ടാവണം. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് പഠിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ എൻവയോൺമെൻറ്റിനെ തന്നെ നമ്മൾ ആദ്യം 3ആയിട്ട് തിരിച്ചു. ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ് ഉണ്ട്, നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡറായിട്ട് മാക്രോ എൻവയോൺമെൻറ്റും ഉണ്ട്. സോ ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണും, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്താണെന്ന് ഇനിയാണ് പറയാൻ പോകുന്നത്. ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റിൻ്റെയും നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണലിൻ്റെയും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ഓക്കെ, കമാൺ. എക്കണോമിക് ഗ്രോത്ത് ഓർ റിസഷൻ. നമ്മുടെ
ടോട്ടൽ എക്കോണമിയിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഏരിയയിൽ ഇനി ഗ്രോത്തിലാണോ പോകുന്നത്, നമ്മുടെ രാജ്യം വികസനത്തിൽ ഗ്രോത്തിലാണോ പോകാൻ പോകുന്നത്, അതോ റിസഷനിലേക്ക് തകർച്ചയിലേക്കാണോ പോകാൻ പോകുന്നത്? ആ ഒരു കാര്യം എന്തിനെ ബാധിക്കും? നമ്മുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ത്രെറ്റിനെ ബാധിക്കും. ഗ്രോത്ത് ആണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഗ്രോത്ത് സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ കസ്റ്റമർ റേയിലൊക്കെ എന്തുണ്ടാവും? പൈസ ഉണ്ടാവും. നമ്മുടെ രാജ്യം വളരുകയാണ്, നമ്മുടെ എക്കോണമി വളരുക, നല്ല രീതിയിൽ ഗ്രോയിങ് ആ, എല്ലാവരും നല്ല രീതിയിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കസ്റ്റമറിൻ്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ, ചിലവാക്കാൻ കാശ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതെന്താണ്? അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെടാ ഞാൻ വീണ്ടും പറയുന്നു, തിയറിയാണ് എന്ന് വെച്ച് ബോറാക്കരുത്. നമ്മൾ ഓപ്പർച്യൂണിറ്റി അവസരമാണോ തടസ്സമാണോ, ഓപ്പർച്യൂണിറ്റി ആണോ ത്രെറ്റ് ആണോ, ഈ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ നോക്കുക. ഗ്രോത്ത് ആണെങ്കിൽ ആലോചിച്ച് നോക്കിക്കുക, നല്ല ഗ്രോയിങ് ആണ്, എല്ലാവരുടെയും കയ്യിൽ നല്ല പൈസയുണ്ട്, അതുകൊണ്ട് തന്നെ സ്പെൻഡ് ചെയ്യുമോ ആൾക്കാർ, നമുക്കൊരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി റിസഷൻ ആണെങ്കിലോ ആരുടെയും കയ്യിൽ കാശില്ല, ദാരിദ്ര്യ, ആരെങ്കിലും വന്ന് ചിലവാക്കുമോ, സ്പെൻഡ് ചെയ്യാൻ കാശുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താ? ത്രെറ്റാ. നമ്മുടെ രാജ്യം റിസഷനിലാണ് പോകുന്നതെങ്കിൽ അതൊരു ത്രെറ്റാണ്. അവിടെ കൊണ്ടുപോയി ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഗ്രോത്ത് ആണെങ്കിലോ സൂപ്പർ, എല്ലാവരുടെയും കയ്യിൽ കാശ് കെട്ടിക്കിടക്കുക, അവസരം, ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ അല്ലേ? ഗ്രോത്തും റിസഷനും വന്നാൽ എങ്ങനെ വരുന്നു മനസ്സിലായില്ലേ? ഗ്രോത്ത് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി, റിസഷൻ ആണെങ്കിൽ ത്രെറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ്സ് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വായിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേടാ. ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഡിമാൻഡ് ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശില്ല. നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാങ്കിൽ ചെല്ലുമ്പോൾ പറയാണ് വെറും 5% പലിശയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു 1,00,000 രൂപ ലോൺ എടുക്കാം, 5,000 രൂപ മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയല്ലോ, സെറ്റ്, എടുത്തേക്കാം. 1,00,000 ലോൺ എടുത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ബാങ്ക് പറയുകയാണ് 20% ഇൻട്രസ്റ്റ്, 20%. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, 1,00,000 എടുത്താൽ 20,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഹൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ പൈസ എടുക്കുമോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല. പലിശ നിരക്ക് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഞങ്ങൾ പൈസ എടുക്കാനൊന്നും ഇല്ല, കുറച്ച് നമ്മൾ മാറി നിൽക്കും. ത്രെറ്റാണ്. ഇനി ലോ ആണെങ്കിലോ ഡിമാൻഡ് കൂടുതലായിരിക്കും. ലോണിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും. കാരണം ചെറിയ പലിശ നിരക്കേ ഉള്ളൂ. ചെറിയ പലിശ നിരക്കിൽ തന്നെ കുറച്ച് പൈസയൊക്കെ ലോൺ എടുക്കാം, എന്നിട്ട് എവിടെയെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. സോ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഈസിയർ എക്സ്പാൻഷൻ ആണ്, ഓപ്പർച്യൂണിറ്റി ആണ്. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്, ആർക്കും താല്പര്യം ഉണ്ടാവില്ല, ത്രെറ്റാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അടുത്തതിലേക്ക് നോക്കിയേ, എക്സ്ചേഞ്ച് റേറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേടാ. ഡിപ്രീഷിയേറ്റിംഗ് ലോക്കൽ കറൻസി. നിങ്ങളിതൊന്ന് ഇങ്ങനെ ആലോചിക്കണേ. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കാശ് കിട്ടാനാണുള്ളത്. അപ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നതാണോ കൂടുന്നതാണോ നല്ലത്? നമുക്ക് കിട്ടാനുള്ളപ്പോൾ കുറയുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കടാ. എല്ലാവരും എവിടെ പെണ്ണെവിടെ വാടാ വർക്ക് ചെയ്യേ. ഓക്കെ, യെസ്. നിങ്ങൾക്ക് ഒരു $100 കിട്ടാനുണ്ട്. ഡോളറിൻ്റെ വാല്യൂ അസ്യൂം ചെയ്യ് 80 ആണ്. $1 എന്ന് പറഞ്ഞാൽ $80 റുപ്പീസാണ്. $80 റുപ്പീസാണ്. ഓക്കെ, $100 കിട്ടാനുള്ളപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 8,000 കിട്ടിയില്ലേ? $100 കിട്ടാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 കിട്ടാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8,000 റുപ്പീസ് കിട്ടിയെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പൈസ കിട്ടാനുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ആലോചിക്കണം. എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യങ്ങളാണ് ഇത്. ആക്ച്വലി വരുന്നത് പാർട്ട് 2 സെക്ഷൻ ബിയിൽ വരുന്ന ഏരിയയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് എന്നുള്ളത്. ബട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ഞാനിവിടെ പറഞ്ഞുതരാം. എക്സ്ചേഞ്ച് റേറ്റ്സിൻ്റെ കാര്യം. നിങ്ങൾക്ക് $100 കിട്ടാനുണ്ട്. $1 എന്ന് പറഞ്ഞാൽ 80 റുപ്പീസാണ്. സോ 8,000 റുപ്പീസാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു.
നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. നേരത്തെ $1 കിട്ടണമെങ്കിൽ 80 രൂപ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഒരു ഡോളർ കിട്ടണമെങ്കിൽ ഞാൻ 90 രൂപ കൊടുക്കണം. അതായത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. ആലോചിച്ച് നോക്ക്, എനിക്ക് $100 കിട്ടാനുണ്ട്. അതായത് ഇന്ത്യൻ റുപ്പീസ് എത്രയാ? 9,000 ആയില്ലേ? എനിക്ക് കിട്ടാനുള്ളതിൻ്റെ വാല്യൂ 9,000 ആയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്തേ. എനിക്ക് $100 കിട്ടാനുള്ളത്, $100 എനിക്ക് കിട്ടാനുള്ളത്. അപ്പം എൻ്റെ കറൻസിയുടെ വാല്യൂ എന്തായി? കുറയുകയാണ് ചെയ്യുന്നത്. കറൻസിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലോക്കൽ കറൻസിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സോ $100 കിട്ടാനുണ്ട്. നേരത്തെ 80 ആയിരുന്നു, ഇപ്പം വീണ്ടും മൂല്യം കുറഞ്ഞു, 90 റുപ്പീസായി ഒരു ഡോളറിന്. സോ നേരത്തെ റേറ്റിലാണെങ്കിൽ 8,000 കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ റേറ്റിലാണെങ്കിലോ 9,000 കിട്ടും. ഇപ്പോഴത്തെ റേറ്റിലാണെങ്കിലോ 9,000 കിട്ടും. സോ നമുക്ക് പൈസ കിട്ടാനുള്ളപ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നതാണ് നല്ലത്. നമുക്ക് പൈസ കിട്ടാനുള്ളപ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നതാണ് നല്ലത്. നോക്കിക്കേ, ഡിപ്രീഷിയേറ്റിംഗ് ലോക്കൽ കറൻസി ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്കത് ഓപ്പർച്യൂണിറ്റി ആണ്. എക്സ്പോർട്ട്സ് എന്തായിട്ട് മാറും? ചീപ്പറായിട്ട് മാറും. അപ്രീഷിയേറ്റിംഗ് കറൻസി ആണെങ്കിലോ, നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടുകയാണെങ്കിലോ അത് ത്രെറ്റാണ്. കാരണം എന്താ? എക്സ്പോർട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് മാറും. നമ്മുടെ രൂപയുടെ മൂല്യം ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ളവർ ചിലപ്പോൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യില്ല. കാരണം അവർക്ക് നമ്മുടെ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നും. സോ ഇങ്ങനെ അറിഞ്ഞു വെക്കുക. എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യം, നമുക്ക് കാശ് കിട്ടാനുണ്ട്. എക്സ്പോർട്ട് ചെയ്താൽ കാശ് കിട്ടുകയല്ലേടാ ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ള ഗുഡ്സ് വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ്, വേറൊരു രാജ്യത്തേക്ക് കയറ്റി വിടുകയാണ്, എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ഗുഡ്സ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, ക്യാഷ് ഇങ്ങോട്ട് മേടിക്കുന്നു. ഗുഡ്സ് അങ്ങോട്ട് കയറ്റി വിടുന്നു, ക്യാഷ് ഇങ്ങോട്ട് മേടിക്കുന്നു. സോ കാശ് കിട്ടാനുണ്ട്, എനിക്ക് പൈസ കിട്ടാനുണ്ട്. അപ്പോൾ എൻ്റെ ലോക്കൽ കറൻസി ഡിപ്രീഷിയേറ്റ് ആവുന്നതാണ് നല്ലത്. കാരണം എനിക്ക് കൂടുതൽ കാശ് കിട്ടും. അപ്രീഷിയേറ്റ് ആയാൽ കുറച്ച് കാശ് കിട്ടൂ. സോ ഡിപ്രീഷിയേറ്റിംഗ്, അതായത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എക്സ്പോർട്ടിങ്ങിന്. അപ്രീഷിയേറ്റ് ആവുകയാണെങ്കിലോ അത് കോസ്റ്റ്ലി ആവും. സോ അതുകൊണ്ട് അതൊരു ത്രെറ്റാണ് എക്സ്പോർട്ടിങ്ങിൻ്റെ കേസിൽ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ്, ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. രണ്ടും പ്രശ്നമാണ്. ബോത്ത് റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് കോൺഫിഡൻസ് ആൻഡ് ക്രിയേറ്റ് ഇൻസ്റ്റെബിലിറ്റി. കോൺഫിഡൻസിനെ നശിപ്പിക്കും, സ്റ്റെബിലിറ്റിനെ നശിപ്പിക്കും. ഇൻഫ്ലേഷൻ, പെട്ടെന്ന് പൈസയുടെ മൂല്യം കൂടുന്നു, പെട്ടെന്ന് പൈസയുടെ മൂല്യം കുറയുന്നു. പർച്ചേസിങ് പവർ ഓഫ് മണി കൂടുന്നു കുറയുന്നു. വേഗം ഇൻഫ്ലേഷൻ വരുന്നു, വേഗം ഡിഫ്ലേഷൻ വരുന്നു. രണ്ടും കൊള്ളില്ല. ഒരു നോർമൽ റേറ്റിൽ കൂടി പോകുന്നു. അതാണ് എപ്പോഴും ബെറ്റർ. സോ ഇൻഫ്ലേഷൻ വരുന്നതും ഡിഫ്ലേഷൻ വരുന്നതും എന്താണ്? ഒരു ത്രെറ്റായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ ആണോ? ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ്, ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? വീഡിയോ ഒരു 17 മിനിറ്റ്സോളം ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അനാലിസിസ് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പഠിച്ചു. അതിൻ്റെ ഉദ്ദേശം ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും നോക്കുന്നതെന്ന് പഠിച്ചു. എൻവയോൺമെൻറ്റ് 3 തരമുണ്ട്. ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം, കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. നാഷണൽ ഓർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബ്രോഡറായിട്ട്. മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രോഡറായിട്ട്. ഓക്കെ അല്ലേ? ഇനി കീ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഗ്രോത്ത്, റിസഷൻ. ഗ്രോത്ത് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി, റിസഷൻ ആണെങ്കിൽ ത്രെറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ പ്രശ്ന, ത്രെറ്റ്. കുറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി. എക്സ്ചേഞ്ച് റേറ്റ്, എക്സ്പോർട്ട് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കറൻസി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആയാൽ ഓപ്പർച്യൂണിറ്റി, അപ്രീഷിയേറ്റ് ആയാൽ ത്രെറ്റ്. ലാസ്റ്റ് ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ. രണ്ടും പ്രശ്നമാണ്. നമുക്ക് ഈ ഒരു ചെറിയൊരു 3 പോയിന്റ് കൂടെ നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. കാര്യം വലുതായിട്ടത് പറയാനില്ല. വേറെയും കുറച്ച് അതർ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാ? പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങൾ, ആ രാജ്യത്തെ നിയമങ്ങൾ, റെഗുലേഷൻസ്, ടാക്സ് പോളിസീസ്. ഇതൊക്കെ ചിലപ്പോൾ ത്രെറ്റായിട്ട് മാറാം, ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാം. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എല്ലാവരെയും എൻട്രിയൊക്കെ സമ്മതിക്കുന്ന അങ്ങനത്തെ കൂളായിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ ത്രെറ്റായിരിക്കും. സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ നോക്കണം. കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് നോക്കണം. നമ്മുടെ കൺസ്യൂമറുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഭയങ്കര വാശി പിടിച്ച് മുഷ്ടി കാണിക്കുന്ന ആൾക്കാരാണോ? പിന്നെ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ്, എൻവയോൺമെൻ്റലായിട്ട്, പരിസ്ഥിതിപരമൊക്കെ ആയിട്ട്, സോഷ്യലായിട്ട് നല്ല രീതിയിലാണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നോക്കണം. ലാസ്റ്റ് ടെക്നോളജിക്കലും. ഇന്നൊവേഷൻ ക്യാൻ ഡിസ്റപ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കടാ. ഈ AI വരുന്നത്
ചിലപ്പോൾ കുറേ പേരുടെ പണി കളയും. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ അക്കൗണ്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് പെട്ടെന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ കുറേ പേരുടെ ജോലി പോയി. അതുപോലെ ഇന്നൊവേഷൻ വരുന്നത്, ടെക്നോളജി വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ തന്നെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. സോ ഇന്നൊവേഷൻ എന്നുള്ള കാര്യം, ടെക്നോളജി എന്തോ ഒരു അഡ്വാൻസ് ആവുന്നു എന്നുള്ള കാര്യവും നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ടാവണം. നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞാൽ അതിനൊരു ടെക്നോളജി വന്ന് അല്ലെങ്കിൽ ഒരു AI വന്ന് റീപ്ലേസ് ചെയ്ത് പോകുന്ന പോലത്തെയാണോ നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവുമോ? ഈ ഒരു കാര്യം കൂടി പരിഗണിച്ചിട്ട് മാത്രം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരിക, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? സോ ഒരു 20 മിനിറ്റ് ആയിട്ട് അടുത്തായിട്ടുണ്ടാവും. നമുക്ക് ഇത്രയും മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോർട്ടറിൻ്റെ 5 ഫോഴ്സസ്, എന്താ പോർട്ടേഴ്സ് 5 ഫോഴ്സസ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. അടിപൊളി ഏരിയ ആണ്. സോ ചാർജ് ആയിട്ട് തന്നെ നിൽക്കുക, ബ്രേക്ക് എടുക്കരുത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രേക്ക് എടുക്കാതെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ.